നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. ഇന്ത്യൻ ഭരണഘടനയെ ഇല്ലാതാക്കുന്ന നിലപാടാണ് BJPയുടേതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മനുസ്മൃതിയെ അടിസ്ഥാനമാക്കിയാവണം ഭരണഘടന എന്നതാണ് BJP നിലപാടെന്നും ആരോപണം. PK ശശി KTDC ചെയർമാൻ സ്ഥാനം രാജിവെക്കില്ലെന്നാണ് പ്രതീക്ഷയെന്നും ഗോവിന്ദൻ. രാജിവെക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടിട്ടില്ലെന്നും സംസ്ഥാന സെക്രട്ടറി. വടക്കാഞ്ചേരി എങ്കക്കാട് ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച വാഹന ചാർജിംഗ് സ്റ്റേഷൻ അപാകതകൾ പരിഹരിച്ച് ഉടൻ തുറന്നുകൊടുക്കണമെന്ന് KSEB പെൻഷനേഴ്സ് അസോസിയേഷൻ. ചാർജിംഗ് സ്റ്റേഷൻ സ്ഥാപിച്ചത് വേണ്ടത്ര ജാഗ്രതയില്ലാതെയാണെന്ന് കുറ്റപ്പെടുത്തൽ. സർവീസിൽ നിന്ന് വിരമിക്കുന്നവർ സാമൂഹിക പ്രതിബദ്ധത കൈവിടരുതെന്ന് ആലത്തൂർ MP K രാധാകൃഷ്ണൻ. ജില്ലാ വാർഷിക സമ്മേളനം വടക്കാഞ്ചേരിയിൽ നടന്നു. സംസ്ഥാനത്ത് ആദിവാസി ദളിത് സംഘടനകളുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച ഹർത്താലിന് ആഹ്വാനം. SC/ST പട്ടികജാതി അടിസ്ഥാനത്തിൽ വിഭജിക്കാനും ക്രീമി ലെയർ നടപ്പാക്കാനുമുള്ള നീക്കത്തിനെതിരെയാണ് പ്രതിഷേധം. സുപ്രധാന വിധി പ്രഖ്യാപിച്ചത് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തൊഴിലാളി ദ്രോഹ നിലപാടുകൾ തിരുത്തണമെന്ന് INTUC. ക്ഷേമനിധി ബോർഡുകളെ ഇല്ലാതാക്കുന്ന നിലപാടുകളാണ് സർക്കാരിൻ്റെതെന്ന ആരോപണം. ഓണത്തിന് തൊഴിലാളികൾക്ക് 1 മാസത്തെ ശമ്പളം ബോണസായി അനുവദിക്കണമെന്ന് ആവശ്യം. വടക്കാഞ്ചേരി നിയോജക മണ്ഡലം സമ്മേളനം അവണൂരിൽ നടന്നു. ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി ഉദ്ഘാടനം ചെയ്തു. വയനാട് ദുരന്തത്തിലകപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് സ്നേഹക്കരുതലൊരുക്കി സംഘടനകൾ. യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ സോപ്പ് കട. ജില്ലാ വൈസ് പ്രസിഡന്റ് വിഷ്ണു ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. എൻഡ്യൂറൻസ് അത്ലറ്റ്സ് ഓഫ് തൃശൂരിന്റെ നേതൃത്വത്തിൽ റൺ ഫോർ വയനാട് ചാരിറ്റി റൺ. 5 കിലോമീറ്റർ ഓട്ടത്തിൽ കണ്ണുചേർന്ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനും. വടക്കാഞ്ചേരിയിലെ അധിക ജലപ്രളയത്തിൽ നിന്ന് രക്ഷിക്കാൻ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾ. നീർച്ചാലുകൾ വീണ്ടെടുക്കാൻ പോരാട്ടം ആരംഭിച്ചു. ചാലുകളിൽ അടിഞ്ഞുകൂടിയ മണ്ണും കല്ലും നീക്കം ചെയ്യാൻ വളയിട്ട കൈകൾ. കാർഷിക രംഗത്തിന്റെ മുന്നേറ്റവും ലക്ഷ്യം. സംസ്ഥാനത്ത് ഫാം ഡി വിദ്യാർത്ഥികൾ നേരിടുന്ന അക്കാദമിക് പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് നടന്നുവന്നിരുന്ന സമരത്തിന് വിജയം. ഇന്ത്യൻ ഫാം ഡി ഡോക്ടേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആരോഗ്യ സർവകലാശാലയ്ക്ക് മുന്നിൽ നടന്നു വന്നിരുന്ന നിരാഹാര സമരം പിൻവലിച്ചു. വിദ്യാർത്ഥികൾക്ക് ദയാപരീക്ഷ എഴുതാൻ സർവകലാശാലയുടെ അനുമതി. സംസ്ഥാനത്ത് ഓണക്കിറ്റ് ഇത്തവണയും മഞ്ഞ കാർഡുടമകൾക്ക് മാത്രം. 6 ലക്ഷം കാർഡുടമകൾക്കാണ് സൗജന്യ കിറ്റ് ലഭിക്കുക. അനാഥാലയങ്ങളിലെയും വയോജന കേന്ദ്രങ്ങളിലെയും അന്തേവാസികൾക്ക് സൗജന്യ കിറ്റ്. കിറ്റ് നൽകാൻ ചെലവഴിക്കുക 35 കോടി രൂപ. ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ വാഴാനി ഡാം പൂന്തോട്ടത്തിൽ സംഗീത ജലധാര എന്ന വലിയ സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക്. 1 വർഷം മുമ്പ് 5.99 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ ടൂറിസം വകുപ്പ് ഏറ്റെടുത്തെങ്കിലും യാഥാർത്ഥ്യമാകുന്നത് ഇപ്പോൾ മാത്രം. ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു. മഴ മാറിയാൽ നിർമ്മാണം. വാഴാനി ഫെസ്റ്റിന് ഇതുവരെ അനുമതിയില്ല. വടക്കാഞ്ചേരി ഉത്രാളിപ്പൂരം സുഗമമായി നടത്താൻ നേതൃത്വം നൽകിയ പോലീസ് ഓഫീസർമാർക്ക് വടക്കാഞ്ചേരി ദേശത്തിന്റെ സ്നേഹാദരം. ഓഫീസർമാരെ അഭിനന്ദിച്ച് ഉപഹാരം നൽകി. പൂരം മികവുറ്റതാക്കിയത് പോലീസിന്റെ കൃത്യമായ ഇടപെടൽ മൂലമെന്ന് ദേശ കമ്മിറ്റി വിലയിരുത്തൽ.
പർളിക്കാട് കാഞ്ഞിരക്കോട് റോഡിൽ കുമ്പളങ്ങാട് മാലിന്യ യാർഡിനു സമീപം നിയന്ത്രണം വിട്ട കാർ താഴ്ചയിലേക്ക് മറിഞ്ഞ് അപകടം. മലപ്പുറം സ്വദേശികളായ 2 യുവാക്കൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലേക്ക് കുത്തനെ പതിച്ച കാർ ഭാഗികമായി തകർന്നു. തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസിന്റെ ഡിവിഷനിൽ അങ്കണവാടിയിൽ വിഷപ്പാമ്പ്. കുട്ടികൾ എത്തുന്നതിനു മുമ്പ് കണ്ടെത്തിയതിനാൽ അപകടം ഒഴിവായി.